വി ഡി സതീശനൊക്കെ പറയുന്ന പോലെ ജൻസി എന്ന് പറയുന്ന പോലെ ആ ജൻസി ആയിരിക്കും. കാരണം ഈ നയം നിശ്ചയമായിട്ടും മദ്യപാനികൾക്ക് വേണ്ടിയുള്ളതല്ല നമുക്കറിയാം. കാരണം വീര്യം കുറഞ്ഞ മദ്യം മദ്യപാനികൾ ഉപയോഗിക്കില്ല. അവർക്ക് ഓരോ ഘട്ടത്തിൽ ഒരു ആദ്യത്തെ തവണ വെള്ളം ഒഴിച്ച് ഉപയോഗിച്ചെങ്കിൽ അതിനുശേഷം അവർ സോഡായോ അല്ല മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് വെള്ളം ചേർക്കാതെ കഴിക്കും. പിന്നെ അവർക്ക് ഈ പറയുന്ന വിഭാഗത്തിന് ഒരു കാരണവശാലും ഈ വീര്യം കുറഞ്ഞ മദ്യം ആവശ്യമില്ല. പിന്നെ ആർക്കാ ആവശ്യം? അത് നമ്മുടെ ജൻസിക്കാണ്. അപ്പം മദ്യപരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയമായിട്ട് ഇതിനെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയും ഒക്കെ ആയിട്ട് സ്ത്രീകൾക്ക് കുറേയേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഓർഡിനറി ബസ്സുകളിൽ മുഴുവൻ സൗജന്യങ്ങൾ കൊടുക്കുകയും ഈ മദ്യത്തിന്റെ കുത്തൊഴുക്കുണ്ടാകാൻ തക്കവിധം ഇളം തലമുറ മദ്യപിക്കാൻ തക്കവിധം ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് അവര് പുതുതലമുറ അതിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന വീടുകളിലിരിക്കുന്ന അതേസമയം തന്നെ വേറെ ഒരു വിഭാഗം വാദിക്കുന്നു, ഈ രാസലഹരിയിലേക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇതുപോലെയുള്ള വീര്യം കുറഞ്ഞ ഇത്തരം സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ അതിലേക്ക് ഒരു ഡൈവേർഷൻ വരികയാണെങ്കിൽ എന്ന് പറയുന്നവർ പോലും. അല്ല, അവര് പറയുന്നത് ശുദ്ധ മണ്ടത്തരവാ. അവര് പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് മയക്കുമരുന്നുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചതെന്നാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും, കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇത്രയധികം മദ്യശാലകളും മദ്യം ഒഴുക്കിയ ഒരു കാലഘട്ടമില്ല. അതിന്റെ ഇടയിൽ കൂടിയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും മയക്കുമരുന്നുകൾ വ്യാപിച്ചത്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും മയക്കുമരുന്നുകൾ വ്യാപിച്ചല്ലോ. അന്യ സംസ്ഥാനത്തു നിന്ന്, അതായത് കർണാടകത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന്, മറ്റു രാജ്യത്തു നിന്ന് പോലും നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്നുകൾ വന്നു. മദ്യം യഥേഷ്ടം. കേരള സംസ്ഥാനത്ത് ചരിത്രത്തിലധികം ഇത്രയും മദ്യം ഉണ്ടായ ഒരു കാലഘട്ടമില്ല. അതിനിടയിൽ കൂടി ആ സമയത്ത് മയക്കുമരുന്ന് ഉണ്ടായി. അപ്പം അതൊക്കെ ഒരു വിരോധാഭാസ. ഈ മദ്യം ഉപയോഗിക്കുന്നവനും മദ്യം കൊടുക്കുന്നവനും മദ്യത്തിന്റെ തൊഴിലാളികളും അവരുടെ പാർട്ടിക്കാരും ഒക്കെ ഇതിനെ ന്യായീകരിക്കും. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ ആപത്ത്. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ ആപത്ത്. നമ്മളും പറയുന്നു മയക്കുമരുന്ന് നിശ്ചയമായിട്ടും അപകടകരമായ കാര്യമാണ്, വളരെ വലിയ അപകടകരമായ. അതിനെ നിരോധിക്കുകയും അതിന്റെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. പക്ഷേ അതിനിടയിൽ കൂടി മദ്യമെന്ന ലഹരി ഒരു നാട്ടില് വരുത്തി വയ്ക്കുന്ന വിപത്ത് എത്രമാത്രമുണ്ടെന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തടയിടുവാനുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മറിച്ച് ഈ എല്ലാവരും പറയുന്ന ടാക്സ് ദീപസ്തംഭം മഹാശ്വരം നമുക്കും കിട്ടണം പണം എന്നുള്ള ചിന്തയാണ് ഈ വിഭാഗത്തിനൊക്കെ